ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ശീതകാല പച്ചക്കറി, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെയാണ്. അപ്പോൾ ഏകദേശം നമുക്കിതിനെ ഒന്നാം ഘട്ടം വളം കൊടുക്കേണ്ട സമയമായി. ഏകദേശം 4 ഇല 5 ഇല പരുവാകുമ്പോഴാണ് നമ്മളിതിനെ ആദ്യത്തായിട്ട് വളം കൊടുക്കുന്നത്. ആൾറെഡി നമ്മൾ ജൈവവളങ്ങളൊക്കെ ചേർത്താണ് ഇതിനെ നട്ടത്. പക്ഷേങ്കിൽ ഇത് ഒരു ശീതകാല പച്ചക്കറി ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ വിളയല്ലാത്തതുകൊണ്ടും ഇതിന് വന്നിട്ട് നമ്മൾ അല്പം രാസവളം കൊടുക്കണം. അതെങ്ങനെയാണ് ആ രാസവളം കൊടുക്കുന്നതാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കർഷകർ ചെയ്യുന്നത് കണ്ടതാണ്, അവിടെയൊക്കെ ജോലി ചെയ്ത സമയത്ത്. സാധാരണ എന്ന് വെച്ചാൽ വളം വാങ്ങി അതിൻ്റെ രാസവളം ഇട്ടുമ്പോൾ ചെടിയുടെ 4 വശവും ഇങ്ങനെ ഇടാറാണ് പതിവ്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടുന്നത്. ഇത് ചെടിയുടെ മൂടാണെങ്കിൽ രാസവളമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇത് ചെടിയുടെ മൂട് ഇതാണ്, അതായത് ചെവിട് ഭാഗം ഇവിടെയാണ്, വേരുള്ള ഭാഗം ഇവിടെയാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് മാറ്റി ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു രീതിയിലൊരു കുഴിയെടുത്തതിന് ശേഷം ഇത് ഞാൻ ഇടുന്നത് മിക്സറാണ്. ഇതിനകത്ത് പൊട്ടാഷ്യം, DAP, യൂറിയ എല്ലാം ചേർന്ന് മിക്സറാണ് ഇടുന്നത്. ഇത്രയും വിധം വന്നിട്ട് നമ്മളിങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം ചെടിക്ക് ആവശ്യമുള്ള വളം അത് തന്നെ വലിച്ചെടുത്തുള്ളൂ. ഗ്രോ ബാഗിൽ പഴയ ചീരയുടെയൊക്കെ വിത്ത് കിടപ്പുണ്ടായിരുന്നു, അതിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ കിളിച്ച് വരികയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചീര പറിച്ച് മാറ്റാവുന്നതാണ്. അതും നമുക്കൊരു ബോണസാണ്. ഒട്ടും കളകൾ വരാത്ത രീതിയിൽ ഏതാണ്ട് ഒരെണ്ണത്തിന് നാശം സംഭവിച്ച കൃഷിയിൽ അതൊക്കെ സാധാരണമാണ്. നഷ്ടങ്ങളൊക്കെ സംഭവിക്കുക, ഉണങ്ങിപ്പോയി എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ ഇതേപോലെ കളകളൊക്കെ വളരുന്നുണ്ടെങ്കിൽ കളകൾ പറിച്ച് മാറ്റിയതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവരും ശ്രമിക്കുക.